ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസംബർ 2019 APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ ലീനിയർ ഓൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻഫിനിറ്റ് സീരീസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. 2019 സ്കീം വന്നതിന് ശേഷം ആദ്യമായി നടന്ന ഫസ്റ്റ് സെമ്മിലെ മാത്തമാറ്റിക്സ് പേപ്പറാണ് ഇത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്നുകൂടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് ഓരോ പോർഷൻസ് എഴുതിയാൽ എത്ര മാർക്ക് വീതം നിങ്ങൾക്ക് കിട്ടും, എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്നുകൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദി ജനറൽ ടേം ഓഫ് ദ സീരീസ് 1 plus 1 into 2 divided by 1 into 3 plus 1 into 2 into 3 divided by 1 into 3 into 5 plus 1 into 2 into 3 into 4 divided by 1 into 3 into 5 into 7 plus etc. and use the ratio test to show that the series converges. അപ്പൊ നമുക്കിവിടെ ഒരു ഇൻഫിനിറ്റ് സീരീസ് തന്നിരിക്കുകയാണ്. ഇത് ഇൻഫിനിറ്റി വരെ പോകുന്ന പ്ലസ് എക്സെട്ര എന്ന് എഴുതി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വരെ പോകുന്ന സീരീസ് ആണ്. അപ്പോ ഇതിന്റെ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് കൺവേർജൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ nth ടേം തന്നിട്ടില്ല. അപ്പൊ nth ടേം കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏത് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? റേഷ്യോ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട്. റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി-അലംബേഴ്സ് റേഷ്യോ ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റ് എന്താണെന്ന് ആദ്യം അറിയണം. അതിനുശേഷം ഇതിന്റെ nth ടേം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് കൂടി ധാരണയുണ്ടായാലേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ റേഷ്യോ ടെസ്റ്റ് എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം. റേഷ്യോ ടെസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ലെറ്റ് UN be a series of positive terms such that limit n tends to infinity un plus 1 by un equal to L. That is un plus 1 എന്ന് പറഞ്ഞാൽ n plus 1th ടേം ഡിവൈഡഡ് ബൈ nth ടേം. അതിന്റെ റേഷ്യോയുടെ ലിമിറ്റ് എടുക്കാം. അത് L എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണെന്ന് നമുക്ക് കിട്ടി. ഈ നമ്പർ L ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും. ഏത് സീരീസ്? സിഗ്മ UN. ഇനി ഡൈവേർജ് ചെയ്യുകയാണെങ്കിലോ L greater than 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും. സീരീസ് ഡൈവേർജസ് if L greater than 1. And if L equal to 1 the test fails. L equal to 1 ആണെങ്കിൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ വേറെ എന്തെങ്കിലും മാർഗം നോക്കണം. ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ തന്നിരിക്കുന്ന സീരീസ് കൺവേർജന്റ് ആണോ എന്ന് നോക്കാനാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോ സ്വാഭാവികമായും നമുക്ക് ഇതിന്റെ nth ടേം വേണം. nth ടേം എഴുതിയിട്ട് അതിന്റെ n plus 1th ടേം എഴുതണം. എന്നിട്ട് അത് തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തണം. അതിന്റെ ലിമിറ്റ് എടുക്കണം. ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ പോകുന്നത്. അപ്പൊ നമുക്കിത് ആദ്യം nth ടേം കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 1 ആണ്. സെക്കൻഡ് ടേം 1 into 2 divided by 1 into 3. അടുത്തൊരു ടേം ആകുമ്പോഴത്തേക്കും ഒരു ഫാക്ടർ കൂടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൂടുകയാണ്. അങ്ങനെ 1 2 3 4 1 3 5 7 അങ്ങനെ നമ്മൾ nth ടേമിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഈ ന്യൂമറേറ്റർ 1 into 2 into 3 into 4 into അങ്ങനെ എവിടെ വരെ പോകണം? n വരെ പോകണം. ഇനി ഡിനോമിനേറ്ററിൽ 1 3 5 7 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇത് ആക്ച്വലി ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള നമ്പേഴ്സ് ആണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ 1 3 കിട്ടാനായിട്ട് 1നോട് 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്. 3 കിട്ടാനായിട്ട് 3യോട് 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്. അല്ലെങ്കിൽ ഇത് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഡ് നമ്പേഴ്സ് നമുക്ക് nth ടേം എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ nth ടേം എഴുതാൻ പറ്റും. അപ്പൊ നേരിട്ട് അറിയാവുന്നവർക്ക് അങ്ങനെ എഴുതാം. അല്ലാത്തവർ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇതിന്റെ nth ടേം എഴുതാം. അപ്പൊ ഞാൻ അതും കാണിച്ചു തരാം എങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോ ഞാൻ ആദ്യം ന്യൂമറേറ്റർ എഴുതാണ്. 1 into 2 into 3 into എക്സെട്ര അങ്ങനെ എവിടം വരെ പോണം?
n വരെ പോകണം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 into 3 into 5 into എക്സെട്ര. ഇത് ഓഡ് നമ്പേഴ്സ് ആണ്. അതിന്റെ nth ടേം അറിയാവുന്നവർക്ക് ഇവിടെ എഴുതാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP ആണെന്ന് വിചാരിക്കാം. അതിന്റെ ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് d എന്ന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യും. അത് എത്രയാണ് ഇവിടെ കൂട്ടി കൂട്ടി പോകുന്ന നമ്പർ എത്രയാന്ന് വെച്ചാൽ അത് എഴുതാം, d. അങ്ങനെയാണെങ്കിൽ നമുക്ക് nth ടേം എഴുതാനായിട്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം എഴുതാനായിട്ട് ഒരു ഫോർമുലയുണ്ട്, a പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 പ്ലസ് nth ടേം എന്ന് പറയുമ്പോൾ n-1 ഇൻറ്റു d. d എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 2 ആണ്, 2. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2n-1 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ 1 3 5 എന്ന് പറഞ്ഞു പോയാൽ ഇതിന്റെ nth ടേം എന്ന് പറയുന്നത് 2n-1 ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ഈ ഒരു ഓഡ് നമ്പേഴ്സിന്റെ nth ഓഡ് നമ്പർ ഏതാന്ന് ചോദിച്ചാൽ 2n-1 ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അതറിയാത്തവർ ഈ രീതിയിൽ എഴുതിക്കോളൂ. അപ്പൊ നമുക്ക് un കിട്ടി. ഇനി un പ്ലസ് 1 എഴുതണം. അപ്പൊ un പ്ലസ് 1 എഴുതുമ്പോ നമുക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു, അപ്പൊ ഇനി n വരെ എത്തിക്കഴിഞ്ഞു ഒരു ടേമും കൂടി വേണം. അപ്പൊ അടുത്ത ടേം ഏതായിരിക്കും? n+1. ഇനി ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2n-1 ഇൻറ്റു അടുത്ത ടൈം എന്തായിരിക്കും? ഇതിനോട് ഒരു 2 ആഡ് ചെയ്യണം. 2n-1 ഒരു 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2n+1. അപ്പോ നമുക്ക് n+1 ടേമുമായി nth ടേമുമായി. അപ്പൊ നമ്മുടെ വാല്യുവേഷൻ സ്കീം അനുസരിച്ച് nth ടേം കറക്റ്റ് നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ഈ ക്വസ്റ്റിന് ആകെ ഉള്ളത് 7 മാർക്സ് ആണ്. അതിൽ 2 മാർക്സ് ഈ un കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നമുക്ക് കിട്ടും. ഇനി n+1 ടേം കൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് കൂടി കിട്ടും. അപ്പൊ 3. ഇനി നമ്മുടെ റേഷ്യോ ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്താണ് വേണ്ടത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un+1/un ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, നമ്മുടെ കയ്യിൽ un+1 ഇപ്പൊ un+1 ആണ് ന്യൂമറേറ്ററിൽ വേണ്ടത്. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n ഇൻറ്റു n+1 divided by 1, 3, 5, etc. 2n-1 into 2n+1 whole divided by un വരും. അപ്പൊ ഇത് ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? ന്യൂമറേറ്ററിൽ 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2n-1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു n. അപ്പൊ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un+1/un കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. അപ്പൊ 1, 2, 3 എക്സെട്ര അപ് ടു n ഇവിടെ ഉണ്ട്, ന്യൂമറേറ്ററിലും ഉണ്ട്, ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പൊ അത്രയും ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ ആണെങ്കിൽ 2n-1 വരെ ഉണ്ട്, ഡിനോമിനേറ്ററിലും കാണുന്നുണ്ട് അത്രയും ടേംസ്. അപ്പൊ നമ്മൾ അത്രയും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി വരുന്ന ടേംസ് മാത്രമാണ് നമുക്ക് ഇനി എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിൽ ബാക്കി വരുന്നതൊക്കെ എഴുതാം, n+1 by 2n+1 n+1/2n+1. ഇനി ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും വരുന്ന ഹയസ്റ്റ് പവർ അല്ല n കോമൺ ഫാക്ടർ ആയിട്ട് n ഇൻറ്റു 1+1/n എന്ന് ഒരു ന്യൂമറേറ്റർ. ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള പ്രയോജനം, ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെ ഉള്ളൊരു ടേം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇൻഫിനിറ്റ് ലിമിറ്റ് ഒരു സൂത്രം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു n പുറത്തേക്ക് എടുത്താൽ അവിടെയും ഹയസ്റ്റ് പവർ ആയിട്ട് വരുന്നത് n ആണ്, 2+1/n എന്ന് വരും. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന ഈ n നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ചെയ്ത് നോക്കിയേ.
അപ്പോൾ 1 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി. അപ്പൊ ന്യൂമറേറ്റർ 1 ആവും. 2 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി, അത് 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ ഡിനോമിനേറ്റർ 2 ആയി. സോ ദിസ് ഇസ് ലെസ് ദാൻ 1. അപ്പൊ നമ്മുടെ റേഷ്യോ ടെസ്റ്റ് എന്താണ് പറയുന്നത്? ഇത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഗിവൺ സീരീസ് കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത് അല്ലെ? റേഷ്യോ ടെസ്റ്റിൽ എന്താണ് പറയണത്? സിഗ്മ യു എൻ കൺവേർജസ് ഇഫ് എൽ ലെസ് ദാൻ 1, diverges if L greater than 1. By ratio test, the given series comes. ഫൈനൽ ആൻസർ ആയി. അപ്പൊ ഈ ഒന്നിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ സ്കീമിലുള്ളത്. വാല്യുവേഷൻ സ്കീമിൽ 3 മാർക്സ് കിട്ടും ഈ ലിമിറ്റ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ. പിന്നെ അവസാനത്തെ കൺക്ലൂഷൻ കൂടി ചേർക്കുമ്പോൾ 1 മാർക്കായി. അപ്പൊ മൊത്തത്തില് എത്ര മാർക്കായി? 2, 1, 3 മാർക്കായി. ഇപ്പൊ ഇത്ര എഴുതുമ്പോഴാണ് നമുക്ക് ഒരു 7 മാർക്സിന്റെ ക്വസ്റ്റിന് ഫുൾ ആയിട്ടുള്ള മാർക്സ് കിട്ടുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് x by 1 into 2 plus x square by 2 into 3 plus x cubed by 3 into 4 plus etc plus x raised to k by k into k plus 1. ഇതും ഒരു 7 മാർക്കിന്റെ തന്നെ ചോദ്യമാണ്. ഇവിടെ ഏത് ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു സൂചനയുമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ജനറൽ ടേം ഇവിടെ തന്നിട്ടുണ്ട്. kth ടേം ആണ്. വേണമെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് k മാറ്റി n എഴുതണമെങ്കിൽ nth ടേം എഴുതണമെന്ന് അതാണ് സൗകര്യം തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. kth ടേം ആയാലും ഒരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മളെ UN എന്ന് എഴുതണേന്ന് പകരം UK എന്ന് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഒന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ഇതിന്റെ nth ടേം ഒന്ന് എഴുതി നോക്കുകയാണ്. ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് UK എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ x raised to n divided by n into n plus 1 എഴുതി. നമ്മുടെ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ UN plus 1 എഴുതണം. UN plus 1 എഴുതുമ്പോൾ എന്ത് കിട്ടും? n ഉള്ളിടത്തൊക്കെ n plus 1 ആക്കണം. x raised to n plus 1 divided by n becomes n plus 1. Then this becomes n plus 1 plus 1, that is n plus 2. Okay, then what is limit n tends to infinity un plus 1 by un. Un plus 1 by un. This is equal to x raised to, limit n tends to infinity. Limit n tends to infinity x raised to n plus 1 divided by n1 into n plus 2 divided by this. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതാം. n into n plus 1 divided by x raised to n. ഇനി ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കാം. ഇവിടെ ഒരു n plus 1 കാണുന്നുണ്ട്, ന്യൂമറേറ്ററിലും ഒരു n plus 1 കാണുന്നുണ്ട്. സോ യു ക്യാൻ ക്യാൻസൽ ദാറ്റ്. ഇവിടെ x raised to n plus 1, അതായത് x n plus 1 ടൈംസ് ഉണ്ട്. ഇവിടെ x raised to n നാണയമുള്ളത്. അപ്പൊ ഇത് x n ടൈംസ് ഉണ്ട്. ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു x ബാക്കിയാവും. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന സ്റ്റെപ്പ് എന്താണ്? സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity, ന്യൂമറേറ്ററിൽ x ഉണ്ട്, പിന്നെ ഒരു n ഉണ്ട്, ഡിവൈഡഡ് ബൈ n plus 2. ഇനി ഇൻഫിനിറ്റി കൊണ്ടുള്ള ലിമിറ്റ് n tends to infinity ആയതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്നും ഒരു n കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് പുറത്തേക്കെടുക്കാൻ പറ്റും. 1 plus 2 by n എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ ഓൾറെഡി ഒരു n ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. നൗ ലിമിറ്റ് n tends to infinity കൊടുക്കാം. സോ വാട്ട് ഹാപ്പൻസ്? x അതുപോലെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ n ഒന്നുമില്ലല്ലോ, ഡിവൈഡഡ് ബൈ 1 plus 2 by infinity. 2 by infinity is 0. So you'll get this is equal to x by 1. So the answer is x. അപ്പൊ നമുക്കിത്
എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതാണ് എക്സ്. അപ്പൊ നമുക്ക് ആ 3 പോസിബിലിറ്റിയും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഇതിന്റെ വാല്യുവേഷൻ സ്കീം അനുസരിച്ച് UN കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. കാരണം ഇത് ഇവിടെ തന്നെ തന്നിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് UK എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു 1 മാർക്ക് കിട്ടും. പിന്നെ ഈ ലിമിറ്റ് കണ്ടുപിടിച്ച് എഴുതുന്നതിന് ഒരു 1 മാർക്ക് കിട്ടും. ഇത് കൂടുതൽ സ്റ്റെപ്സ് ഉള്ള ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഇത്ര സ്റ്റെപ്പിന് നമുക്ക് ഈ രണ്ടും കൂടെ ചേർത്ത് 2 മാർക്സ് ആണ് കിട്ടുക. ഇനി നമ്മൾ ഈ പോസിബിലിറ്റീസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതായത് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും, എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ചെയ്യും എന്ന 3 പോസിബിലിറ്റീസ് കൂടി ഇവിടെ എഴുതാം. അപ്പൊ ഞാൻ ആ പോയിന്റ്സ് ഒക്കെ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും, എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ചെയ്യും. ഇനി ഈ എക്സ് ഈക്വൽ ടു 1 എന്ന കേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഡീൽ ചെയ്യണം. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എന്താണ് UN കിട്ടുക എന്ന് നോക്കണം. ഈ ഒരു സ്റ്റെപ്പ് കൂടി എഴുതുമ്പോൾ നമുക്കൊരു 1 മാർക്ക് കൂടി കിട്ടും. ഈക്വൽ ടു 1 വരുന്നത് എക്സിന് 1 ഇട്ട് കൊടുക്കുക. 1 റേസ് n ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ n ഇൻറ്റു n പ്ലസ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്നിന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ഡിനോമിനേറ്റർ ആണ് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ 2 സീരീസ് വേണം. ലെറ്റ് സിഗ്മ UN ആൻഡ് സിഗ്മ VN ആർ 2 സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ് സച്ച് ദാറ്റ് ലിമിറ്റ് n tends to infinity UN by VN equal to L. ഒരു നമ്പർ കിട്ടി. where L is a finite positive real number. Then both the series converge or diverge together. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൺവേർജ് ചെയ്താൽ മറ്റേതും കൺവേർജ് ചെയ്യും, ഒരെണ്ണം ഡൈവേർജ് ചെയ്താൽ മറ്റേതും ഡൈവേർജ് ചെയ്യും. അതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. അപ്പൊ നമുക്ക് VN എന്ന് പറയുന്ന ഒരു രണ്ടാമത് UN ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. VN എന്ന് പറയുന്ന ഒരു സീരീസ് കൂടി നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഈ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു n പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ n സ്ക്വയർ എന്ന് വരും. പൗണ്ട് ഫാക്ടർ ആയിട്ട് n പുറത്തേക്ക് കൊണ്ടുവന്നാൽ അപ്പൊ n സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ n എന്ന് വരും. അപ്പൊ ഇതില് ഈ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ചേർത്തിട്ടാണ് നമ്മൾ VN ഉണ്ടാക്കുന്നത്. 1 ബൈ n സ്ക്വയർ എന്നാണ് എടുക്കുന്നത്. അപ്പോ ഈ സിഗ്മ VN എന്ന് പറയുന്ന സീരീസ് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ 1 ബൈ n സ്ക്വയർ കിട്ടും. ഇതൊരു P സീരീസ് ആണ്. P സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1 ബൈ n റേസ് ടു P ഫോർമാറ്റിലുള്ള സീരീസ്. ഹിയർ P ഈക്വൽ ടു 2. P ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ P സീരീസ് കൺവേർജ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ സിഗ്മ VN ഈക്വൽ ടു സിഗ്മ 1 ബൈ n സ്ക്വയർ ഈസ് കൺവേർജന്റ് സിൻസ് it is a P series with P equal to 2 which is greater than 1. ഇനി നമുക്ക് അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ലിമിറ്റ് n tends to infinity UN by VN കണ്ടുപിടിക്കണം. VN ഓൾറെഡി കൺവേർജന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടുകയാണെങ്കിൽ UNഉം കൺവേർജ് ചെയ്യുന്നത് എഴുതാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് n tends to infinity UN എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതാണ്. ഈ സിംപ്ലിഫൈഡ് വേർഷൻ ഉപയോഗിച്ചാൽ മതി. 1 by n square into 1 plus 1 by n whole divided by VN. VN എന്ന് പറഞ്ഞാൽ 1 by n square. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോകും. ഇനി ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 by 1 plus 1 by infinity. ആൻസർ 1 എന്നാണ്. ഇത് ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ ആണ്. സോ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് comparison test, the given series converges. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങള് നമുക്ക് എഴുതാനുണ്ട്. ഇനി ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് 3 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള സ്റ്റെപ്സിന് എങ്ങനെയാണ് മാർക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UN എന്ന് പറയുന്നത് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതിന് 1 മാർക്ക് കിട്ടും. ഇനി ഈ P കണ്ടുപിടിച്ച് അത് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറയുന്നതിന് 1 മാർക്ക് കിട്ടും.
പിന്നെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി un ബൈ vn എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആണ് എന്ന് പറയുന്നതിന്. പിന്നെ ബാക്കി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചാൽ ഈ x ഈക്വൽ ടു 1 എന്നുള്ള കേസിൽ കൂടി ഇത് കൺവേർജ് ചെയ്യുമെന്ന് പറയുന്നതിന് കൂടി 1 മാർക്ക് കിട്ടും. അപ്പൊ 7 മാർക്കായി. ഇതില് x ലെസ് ദാൻ 1 ആവുമ്പോഴും ഈക്വൽ ടു ആവുമ്പോഴും വേണമെങ്കിൽ ചേർത്ത് എഴുതാൻ പറ്റും. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ദ ഗിവൺ സീരീസ് കൺവേർജസ്. കാരണം x ഈക്വൽ ടു 1 നമുക്ക് കൺവേർജന്റ് ആണെന്നാണ് കിട്ടിയത്. x ഗ്രേറ്റർ ദാൻ 1 സീരീസ് ഡൈവേർജ് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള വേറൊരു 7 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി k പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു k ഫാക്ടോറിയൽ ഇൻറ്റു 4 റേസ് ടു k. അപ്പൊ ഞാൻ nth ടേം kth ടേം വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ചെയ്താലും സെയിം ഇഫക്റ്റ് ആണ്. അപ്പൊ നമ്മൾ UK എന്ന് എഴുതി. UK എന്ന് പറഞ്ഞാൽ k പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഉണ്ട് k ഫാക്ടോറിയൽ ഉണ്ട് 4 റേസ് ടു k എന്ന് എഴുതി. ഇനി UK പ്ലസ് 1 എന്ന് പറഞ്ഞാൽ k ഉള്ള പ്ലേസിൽ k പ്ലസ് 1 ആക്കണം. അപ്പൊ k പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ k പ്ലസ് 2 ആവും. k പ്ലസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 അങ്ങനെ തന്നെ അത് കോൺസ്റ്റന്റ് ആണ്. k becomes k പ്ലസ് 1 k പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 റേസ് ടു k പ്ലസ് 1. ഇനി നമുക്ക് വേണ്ടത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK തിരിഞ്ഞു പോയി എഴുതിയത് ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി k പ്ലസ് 1 ബൈ UK ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി UK പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇത് k പ്ലസ് 2 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു k പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 റേസ് ടു k പ്ലസ് 1 ബൈ UK എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ വരും. 4 ഫാക്ടോറിയൽ ഇൻറ്റു k ഫാക്ടോറിയൽ ഇൻറ്റു 4 റേസ് ടു k ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഫാക്ടോറിയൽ ഈക്വൽ ടു ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇനി ക്യാൻസൽ ചെയ്യാവുന്ന ടേംസ് ഒക്കെ നോക്കുക. ഇവിടെ 4 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 4 ഫാക്ടോറിയൽ ഉണ്ട്, കട്ട് ചെയ്തു. ഇനി ഇവിടെ k പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ k പ്ലസ് 1 വരെയുള്ള ടേംസിന്റെ പ്രോഡക്റ്റ്. k പ്ലസ് 2 ഫാക്ടോറിയൽ വെച്ചത് കട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് 1 മുതൽ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 വരെ വരും. ഒരു k പ്ലസ് 2 മാത്രമാണ് ന്യൂമറേറ്ററിൽ ബാക്കി വരിക. k പ്ലസ് 1 വരെയുള്ള ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് പോകും. ഇനി ഇവിടെ ഈ k ഫാക്ടോറിയലും k പ്ലസ് 1 ഫാക്ടോറിയലും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു k പ്ലസ് 1 ബാക്കി വരും. k വരെയുള്ള ടേംസ് കട്ട് ചെയ്ത് പോകും. ഇനി 4 റേസ് ടു k പ്ലസ് 1 ഉണ്ട്, ഇവിടെ 4 റേസ് ടു k ഉണ്ട്. അപ്പൊ 4 റേസ് ടു k കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി ഡിനോമിനേറ്ററിൽ ഒരു 4 ആണ് ബാക്കി വരിക. 4 റേസ് ടു k കട്ട് ചെയ്ത്. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഒരു k കോമൺ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നാൽ 1 പ്ലസ് 2 ബൈ k ഡിവൈഡഡ് ബൈ k ഇൻറ്റു 1 പ്ലസ് 1 ബൈ k ഇൻറ്റു 1 ബൈ 4. അപ്പൊ k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. ഈ k കട്ട് ചെയ്തും പോകും. അപ്പൊ ഈ രണ്ട് ടേമും 1 ആവും. 2 ബൈ ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി രണ്ട് 0 ആണ്. ബാക്കി 1 ബൈ 4 എന്നാണ് വരുന്നത്. ഈ 1 ബൈ 4 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പോ ബൈ വിച്ച് ടെസ്റ്റ്? ഇപ്പൊ ഏത് ടെസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്? റേഷ്യോ ടെസ്റ്റ്. ബൈ റേഷ്യോ ടെസ്റ്റ് the series is convergent. പിന്നെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇതില് ഇത്രയും ഈ k പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ k പ്ലസ് 1 ടേം എഴുതുമ്പോഴത്തേക്കും അതിന് 2 മാർക്സ് ഉണ്ട്. കുറച്ച് സ്റ്റെപ്സ് ഉള്ള പ്രോബ്ലം ആയതുകൊണ്ട് ഇത് ഇത്ര എഴുതുമ്പോൾ തന്നെ 2 മാർക്സ് കിട്ടും. റിമൈനിങ് ആ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 4 മാർക്സ് കിട്ടും. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിന് 1 മാർക്കും കിട്ടും കൺവേർജന്റ് ആണെന്ന് എഴുതുന്നതിന്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ടൈം.